ഈ ഓണസദ്യയിൽ ഓരോ വിഭവങ്ങളായിരുന്നെങ്കിൽ അവിയൽ, പാലട പായസം, പൈനാപ്പിൾ കിച്ചടി, ഉഴക്കുന്നുണ്ട് ഞാൻ. മംഗലശ്ശേരി നീലകണ്ഠനെ വിളിക്കും ഞാൻ. പുള്ളിയെ തൃപ്തിപ്പെടുത്താന്നുള്ളത് പാടാണ്. പക്ഷെ ഒരു ഐറ്റം ആയിരിക്കും. ഒരു ഓണത്തിന് കൈ കിട്ടിയ മെമ്മറബിൾ ആക്കാം. അതായത് ജിസ്ജോയ് എന്ന് പറഞ്ഞ മറ്റേ നന്മമരം മോട്ടിവേഷന്റെ സ്വഭാവമുള്ള ആളെന്നൊക്കെ നമുക്ക് തോന്നുന്നത് ഒരു ഭീകരജീവിയായിട്ട് മാറുന്നത് അവിടെയാണ്. അപ്പൊ ഞാനൊക്കെ ഈ അടുത്ത് കാണുമ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് മമ്മൂക്ക എങ്ങനെ ഇരിക്കുന്നു, മമ്മൂക്ക ആരും കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക അപ്സെറ്റ് ആവുന്നു, ഡിസ്റ്റർബ്ഡ് ആയി വേർക്കാൻ തുടങ്ങുന്നു, മമ്മൂക്ക ഇങ്ങനെ ഇരിക്കുന്നു, വേഗം പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുക്കുന്നു, സ്റ്റേജിൽ നിന്ന് വലിക്കുക, ടിക്കിട്ടാക്കാം. ഒരു മനുഷ്യന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. അപ്പൊ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഈ സൈഡിന് മാത്രം ഹാപ്പി ആണോ, ആ സൈഡിന് ഹാപ്പി ആണോ? ഇല്ല. ഓണം ഈ ഓണം എപ്പോഴും കണക്ട് ചെയ്യുന്നത് നൊസ്റ്റാൾജിയ, മെമ്മറി. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ത് ആഘോഷമാണെങ്കിലും കുഞ്ഞുനാൾ മുതൽ നമ്മളിത് സെലിബ്രേറ്റ് ചെയ്ത് വരുമ്പോഴുള്ള പല മെമ്മറിയാണ് നമ്മൾ ഇതിലോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നതെന്നും സ്കൂളിൽ നിന്നൊക്കെ കേൾക്കുന്ന പാട്ടുകൾ, കഥകൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെന്ന് അറിയാം. ഓണം മെമ്മറിക്കപ്പുറം ഓണത്തിൽ സിനിമ കണക്ട് ആവുന്ന എവിടെയാ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് കാണുന്ന സിനിമകളായിരിക്കാം, ഈ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനുള്ള പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് പറയുന്ന സിനിമ കഥകളായിരിക്കാം, അന്താക്ഷരി കളിക്കുന്നതായിരിക്കാം, സിനിമ പോസ്റ്റർ ആയിരിക്കാം, ഓണം ക്ലാഷ് ആയിരിക്കാം തിയേറ്ററിലെ. എവിടെയാണ് നിങ്ങളുടെ ഓണം സിനിമ മെമ്മറി കോർ ഇരിക്കുന്നത്? എനിക്ക് ഓണം എന്ന് മാത്രമല്ല, എനിക്ക് ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും ആ ഫെസ്റ്റിവൽ റിലീസാണ് എൻ്റെ ആ സീസണിലെ ഏറ്റവും വലിയ ആഘോഷം. ഇപ്പം ഓണത്തിന് ഇപ്പൊ സ്കൂളിൽ എനിക്ക് അങ്ങനെ ഇപ്പൊ പൂക്കൾ വിടാറുണ്ട്. അന്ന് ചിലപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന്റെ ടൈമിൽ വിടും, അല്ലെങ്കിൽ ഒരു ഏർലി ഒരു പീരീഡ് മുന്നേ വിടും. കോളേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ വലിയ കോളേജ് വൈബിലേക്കായി. ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ പുറത്തു പോയി പൂക്കളത്തിന് വേണ്ടിയിട്ട്, ഓണ ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കലും, അങ്ങനെ അതിന്റെ പേരിൽ ഒരു 3-4 ദിവസം ക്ലാസ് ബങ്ക് ചെയ്യാനും ഒക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഉള്ളപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീസണിലെ റിലീസാണ്. ഇപ്പൊ ഓണം റിലീസ് ഏതാണോ അത് തിയേറ്റേഴ്സിൽ പോയി കാണുക. തിയേറ്റേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ തിയേറ്റേഴ്സിനോട് ചുറ്റുമുള്ള ആംബിയൻസിലായിരിക്കും എപ്പോഴും ആഘോഷങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ ചോദിച്ചില്ലേ, ഇപ്പൊ ഓണത്തിന്റെ അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ ഓണം സദ്യ കഴിഞ്ഞ് ഒരു ഉറക്കമുണ്ട്. ഉറക്കം കഴിഞ്ഞ് ഒരു 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അന്ന് 2 സിനിമ എന്നുള്ളതാണ്. അതായത് ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത് കയറും. സിനിമയോട് ഭയങ്കരമായിട്ടുള്ള പാഷൻ തുടങ്ങിയ സമയം മുതൽ അങ്ങനെയാണ്. അത് ഓണം മാത്രമല്ല കേട്ടോ, എല്ലാ ഫെസ്റ്റിവലിലും റിലീസുകൾ അങ്ങനെയാണ്. പിന്നെ ഓണത്തിന്റെ ആ സമയത്തൊക്കെയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ എറണാകുളത്താണ് ജനിച്ചത്. അപ്പോൾ നിരവധി പ്രോഗ്രാമുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിന്റെ പ്രദേശത്ത്, ശിവന്റെ അമ്പലത്തിന്റെ പ്രദേശത്ത് ഒക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ ഉണ്ടാവും. അപ്പൊ ഈ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതായിരുന്നു കോളേജ് കഴിഞ്ഞപ്പോൾ ഉള്ള സമയത്തുള്ള അത് ഭയങ്കര വെറൈറ്റിയാണ്. ഇപ്പൊ ജയരാജ് വാര്യരുടെ കാരിക്കേച്ചർ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടാവും, ചെണ്ട നടക്കുന്നുണ്ടാവും, അങ്ങനെ പല നാടകം നടക്കുന്നുണ്ടാവും, മിമിക്രി നടക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ബ്യൂട്ടിഫുൾ. എന്തായാലും ഓണാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞു സെഗ്മെന്റ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ചോദ്യം വളരെ സിമ്പിൾ ആണ്. എന്തായാലും സദ്യ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണല്ലോ. ഈ ഓണത്തിന്റെ അന്ന് ഇത്ര കൂട്ടം കറികളുണ്ട്, ചോറുണ്ട്, പപ്പടം, പായസം എല്ലാം ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ ഓണസദ്യയിൽ ഓരോ വിഭവങ്ങളായിരുന്നെങ്കിൽ എന്തായിരുന്നു? അവിയൽ, പാലട പായസം, പൈനാപ്പിൾ കിച്ചടി, ഉഴക്കുന്നുണ്ട് ഞാൻ. ഈ മലയാള സിനിമയിൽ നമ്മൾ ഈ പറഞ്ഞ ഓൾ ടൈം പല സിനിമകളായിട്ട് പറയുമല്ലോ. ഈ സിനിമകൾ ഓരോ സിനിമയ്ക്ക് ഓരോ യൂണിവേഴ്സ് ആണ്. ഇപ്പോൾ ഗോഡ് ഫാദർ എടുത്ത് അവരുടെ തന്നെ ലോകമാണ്, ഹരിഹരൻ എടുത്ത് അവരുടെ ലോകമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാനായിട്ട് ഒരു വിഷ് കിട്ടുകയാണ്, ഒബ്സഷനെ പോലെ, വിഷ്വിലെ പോലെ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ യൂണിവേഴ്സിൽ ഓണം ആഘോഷിക്കുക എന്നുള്ളത്. ഞാൻ മൂക്കില രാജ്യത്തിലാണ് പോകുന്നത്, നിങ്ങൾ ഏതായിരിക്കും എടുക്കുന്നത്? വിയറ്റ്നാം കോളനി. വൻ ഭയങ്കര ആഘോഷമായിരിക്കും. ഞാൻ മറ്റേ ഇൻ ഹരിഹർ നഗർ ഓണം മേടിച്ചു. ഓളം ഉണ്ട് എനിക്ക് മറ്റേ അടുത്ത വീട്ടിലെ അവിടുത്തെ ആഘോഷത്തിന് പോകാൻ. ഞങ്ങൾക്ക് പക്ഷേ ഒരു ലൊക്കേഷൻ സെറ്റാ, അവിടെ ഒരു കംപ്ലീറ്റ് ഓണ പാക്കേജിലുള്ള ആൾക്കാരും അടിക്കടി മാവേലി ആക്കാനും ആകും. ഇതുപോലെ തന്നെ ഈ സിനിമ യൂണിവേഴ്സ് പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് ഓണത്തിനൊന്ന് ട്രീറ്റ് ചെയ്യാൻ അവസരം കിട്ടുവാണ്.
ക്യാരക്ടറാണ്, ആക്ടറല്ല. ആ, ആ, ആ. ഏത് സിനിമയിലെയും ഏത് ഭാഷയിലെയും ഏത് ടൈം ലൈനിലാവാം. ആ. പുള്ളി വിളിച്ചിരുത്തി വീട്ടിൽ കൊണ്ടുവന്ന് ഓണസദ്യ കൊടുക്കാം. ആരെ വിളിക്കും? മംഗലശ്ശേരി നീലകണ്ഠനെ വിളിക്കും ഞാൻ. പുള്ളി പക്ഷെ പുള്ളിയെ തൃപ്തിപ്പെടുത്താന്നുള്ളത് പാടാണ്. ആ പക്ഷെ ഒരു ഐറ്റം ആയിരിക്കും. ഒരു ഓണത്തിന് കൈ കിട്ടിയ മെമ്മറബിൾ ആക്കാം. പൈനാപ്പിൾ കിച്ചടി പാലട. ഇല്ലെങ്കിൽ മകൻ കാർത്തികേയനെ കിട്ടിയ മതി. കരിക്കും വേണ്ട. എം.എൻ. കാർത്തികേയൻ. എന്റെ മനസ്സിൽ വന്നതെന്നറിയോ, ആ. പഞ്ചാബി ഹൗസിൽ ദിലീപേട്ടന് പരിസരം കാണുമ്പോ എന്താണ് ഒരു സൈഡ് വലിവ്, ചായക്കടയുടെ സൈഡിലേക്ക് പോകില്ലേ, ആ മനുഷ്യന് സംസാരിക്കാൻ പറ്റാത്ത ഊമയായിട്ടുള്ള അതാവുമ്പോ മോശമായിരുന്നു പുള്ളിക്ക് ഓളാ പുള്ളി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ കണ്ട സ്വപ്നത്തിൽ ഞാനുണ്ടായിരുന്നല്ലേ കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടണം എന്ന് പറഞ്ഞാല്. നിങ്ങൾ ഒരുമിച്ചുള്ള സിനിമകള്, ഇപ്പൊ ജിസ് ഡയറക്ട് ചെയ്ത സിനിമകള് ഓണം റിലീസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ആ. ഏത് സിനിമയായിരിക്കും നിങ്ങൾക്ക് ഓണം റിലീസിൽ കാണാൻ താല്പര്യമുള്ളത്? ഈ കഴിഞ്ഞ പടങ്ങളിൽ കഴിഞ്ഞ പടങ്ങളിൽ നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ എനിക്ക് അൺഡൗട്ടബിളി സൺഡേ ഹോളിഡേ. സൺഡേ ഹോൾ. കാരണം എല്ലാത്തരം പ്രേക്ഷകർക്കും അത് ഓക്കെയാണ്, ഫാമിലി കുട്ടികൾക്കും ഓക്കെയാണ്, വലിയ ആൾക്കാർക്കും ഓക്കെയാണ്, കമിതാക്കൾക്ക് എല്ലാവർക്കും ഓക്കെയാണ്. മോട്ടിവേഷനും ഉണ്ട്. മോട്ടിവേഷൻ ഉണ്ട്. അത് ചോദിച്ചപ്പോഴാ മോട്ടിവേഷനിൽ നിന്ന് തലവനിലൂടെ ഈ സ്വിച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഇന്നലെ വരെ സ്വിച്ച് ചെയ്തായിരുന്നു. ഇന്നലെ വരെ തുടങ്ങി. അതെ അതെ. മിസ് ചെയ്യുന്നുണ്ടോ മോട്ടിവേഷൻ ട്രോളുകള്? അല്ല ട്രോളുകളല്ല, എനിക്ക് പക്ഷെ ഇപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാണാൻ വരുന്ന ആൾക്കാരില്ലേ, ഓ ഇവരെല്ലാം പേഴ്സണലി എന്നോട് പയ്യെ മാറ്റി നിർത്തി എല്ലാവരും സംസാരിക്കാൻ വന്നാൽ പറയുന്നത് മറ്റേത് വിട്ടുകളയരുത് കേട്ടോ, അത് വേണം കേട്ടോ, അത് പിടിക്കണം, അടുത്ത അതല്ലേ, ഇതിപ്പോ ഇങ്ങനെ ആയിക്കോട്ടെ, അടുത്ത അങ്ങനെ ഒരു അതിങ്ങനെ കേൾക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഇപ്പൊ എപ്പോഴും ത്രില്ലേഴ്സ് മാത്രമല്ലല്ലോ, ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവുന്ന ഈർപ്പം എന്ന വാക്ക് പറയാം, ഈ ഒരു ഈർപ്പം ഉണ്ടാവുന്ന അല്ലെ, ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ വരവേൽപ്പൊക്കെ പോലത്തെ അല്ലേ, അങ്ങനത്തെ ഒക്കെ സിനിമ, വരവേൽപ്പ് പോലത്തെ ഒരു പടം ചെയ്യണം സ്വപ്നമാണ് എനിക്ക്, അങ്ങനത്തെ ഒരു പടം. ഈ വെള്ളാരപ്പൂമല പാട്ട് ഓണം എന്ന് പറയുമ്പോ മെരീനില് ഞാൻ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോ BBA ബിസിനസ് മാനേജ്മെന്റിന് നമുക്ക് കാണിക്കുമായിരുന്നു. വരവേൽപ്പ് NRI നാട്ടിൽ വന്ന ബിസിനസ് ഉണ്ടാവാൻ പോകുന്ന പറ്റിട്ട്. ആണോ? ഇതൊരു ആ ഒരു കാലഘട്ടത്തിന്റെ എന്താ പറയാ, ആ കാലഘട്ടത്തിനെ ഭയങ്കരമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണല്ലോ. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന നാടകങ്ങൾ ഉണ്ട് അതിനകത്ത്. അതവിടെ നിൽക്കുമ്പോഴും കറണ്ട് അഫയേഴ്സ്, അന്നത്തെ രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ, ഒരു ഗൾഫുകാരന്റെ അവസ്ഥ, തിരിച്ചാള് പോകുന്ന ഒരു ടാക്സി പോലും അല്ല കേട്ടോ, അത് ബസ് പിന്നെ സത്യേട്ടന്റെ ഒക്കെ ഒരു നമ്മൾ പറയില്ല എങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് അത്ഭുതപ്പെട്ടു പോകും അല്ലേ. അത് ഒരു ഗൾഫുകാരൻ തിരിച്ച് കുറച്ച് എയർപോർട്ടിന്റെ പുറത്തുകൊണ്ട് ഇറക്കുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ അവസാനിപ്പിക്കാമല്ലോ. അതൊന്നുമില്ല, യാത്ര അയക്കാൻ പോലും ആരുമില്ല. ഒരു ബസ് വരുന്നു, അവിടെ രേവതി മാത്രം നിൽക്കുന്നു, കയറി പോകുന്നു. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള എന്ന് വെച്ചാൽ ഇൻ ഓൾ ആസ്പെക്ട്സ് പ്രണയവും വരവേൽപ്പിലാണ്. അതാണ് പ്രാക്ടിക്കൽ പ്രണയം. ഗിമ്മിക്കില്ല, നോ ഗിമ്മിക്ക്. രണ്ടുപേരുടെ നിലനിൽപ്പിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കാലൊടിഞ്ഞു എന്ന് പറയുന്നു, മറ്റേ ആൾക്ക് നമുക്ക് മരുന്ന് മേടിച്ചു ചെയ്യും, അയാള് പ്രശ്നത്തിലായിട്ട് ഇവര് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നു, ബസ് വെട്ടി പൊളിച്ച് ഇയാൾ തകർന്നിരിക്കുന്ന സമയത്ത് ഒരു കഞ്ഞിയുമായിട്ട് വരുന്നു, തുണി അലക്കി കൊടുക്കുന്നു, ഒരുമിച്ച്. എന്തൊരു ബ്യൂട്ടിഫുൾ പടം, എത്രയോ തവണ കണ്ടിട്ട് ഇനിയും മതിയാവാത്ത സിനിമയാണ്. മുരളിയേട്ടന്റെ പെർഫോമൻസ്, തിലകേട്ടന്റെ പെർഫോമൻസ്, തിക്കുറിശി ഭയങ്കര ഗോഡ് ഫ്രെയിം ആണല്ലോ. എവിടെ വെച്ചാൽ ഇത്രയും ആക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന, അത് ശരിക്കും മിസ് ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആസി അഭിനയിക്കുന്ന സമയത്തേക്കാണെങ്കിലും ജിസേട്ടൻ ഒരു മേക്കറാണ് സമയത്തേക്കാണെങ്കിലും ഈ ഫ്രെയിമിൽ ഇത്രയും ലെജൻസ് ഉണ്ടായിരുന്ന ഒരു സമയത്തെ പറ്റി ഇപ്പോഴും നമ്മൾ ചെറിഷ് ചെയ്യുമല്ലോ. ഇങ്ങനെ ഉണ്ടായിരുന്നു, അവരെ ഇപ്പൊ ഇല്ല, മിസ് ചെയ്യണു. അങ്ങനെ ഒരു ഫ്രെയിമിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇവരുടെ കൂടെ അഭിനയിക്കണം, ഇവരൊക്കെ ക്യാപ്ചർ ചെയ്യണം. ആസിഫിനൊക്കെ പക്ഷെ പറ്റിയിട്ടുണ്ട്, അത്രയും പറ്റിയില്ലേ. അതൊരു ഭാഗ്യമല്ലേ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ എത്രയോ പടങ്ങൾ ലളിത ചേച്ചിയോട് ചെയ്തു. സത്യം. ഇപ്പോൾ അല്ലെ അതിൽ അങ്ങനെ ഇപ്പോൾ എനിക്കാണെങ്കിൽ ആഡ് ഫിലിംസ് ചെയ്തിട്ടുള്ളതുകൊണ്ട്
തിലകൻ ചേട്ടനും ഇന്നസെന്റ് ചേട്ടനും കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്ന അവസാനത്തെ പരസ്യം. ആ പരസ്യം ഷൂട്ട് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ സാറ് മരിച്ചുപോയി തിലകൻ സാർ. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമായിരുന്നു, അവരെയൊക്കെ ഡയറക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന പോലെ. അല്ല, പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട്. ചിലപ്പോ ഇനി കുറെ നാള് കഴിഞ്ഞിട്ട് കോട്ടയം ബെൽറ്റ് കാണുന്ന സമയത്ത് ആളുകൾ പറയും, ആ ഫ്രെയിം നോക്കിയ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ബോബി കുര്യനുണ്ട്, ആസിഫ് അലി ഉണ്ട്. അതായത് അതങ്ങനെയാണ്, generation ഓരോ പീരീഡിലാണുള്ളത് ആ അതെ റീകണക്ട് ചെയ്ത്. കുറെ 10-75 വർഷങ്ങൾക്കൊക്കെ ശേഷം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ചുള്ള ഈ പറഞ്ഞ 30-35 മെയിൻ സ്ട്രീം ആക്ടേഴ്സ്, അതും ഈ പറഞ്ഞ എല്ലാവരും ഇപ്പൊ ചെയ്യുന്നതല്ലോ, ഇത്ര ആക്ടേഴ്സ് ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സിനിമയുടെ പാർട്ടാക്കാൻ. ഇനി ജിസിന് ഒരു പ്രത്യേകതയുണ്ട്, ഡയലോഗ് തെറ്റിക്കരുത്, വേറെ ബാക്കി എന്തോ ഓക്കെയാണ്. അതായത് നമുക്ക് തന്നെ ഇപ്പൊ ഞാനും ജിസുമായിട്ടുള്ള സൗഹൃദം തുടങ്ങി, ഞങ്ങൾ സിനിമകളിൽ ചെയ്തു, നമ്മൾ കംഫർട്ടബിൾ ആയി കഴിഞ്ഞപ്പോ നമ്മുടെ രണ്ടുപേരുടെയും വളരെ അടുത്ത് നിൽക്കുന്ന സിനിമയായിട്ട് ഒത്തിരി ബന്ധമൊന്നുമില്ല, എന്നാൽ സിനിമ താല്പര്യങ്ങളുള്ള ഒരുപാട് സുഹൃത്തുക്കളെ നമ്മൾ കാണുമല്ലോ. അപ്പൊ അവരൊക്കെ പല സമയത്ത് നമ്മളോട് അവസരങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ചില ഇത് വരുമ്പോ ജിസ് ഇങ്ങനെ സ്ക്രിപ്റ്റ് റീഡിങ് പറഞ്ഞാടാ ഈ ക്യാരക്ടർ നമുക്ക് അവന് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്, ഞാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസം ജിസ് കൃത്യമായിട്ട് ഇവർക്ക് സീൻ അയച്ചു കൊടുക്കും, ഡയലോഗ് വോയിസ് റെക്കോർഡ് ചെയ്ത് മോഡുലേഷൻ ഉൾപ്പെടെ അയച്ചു കൊടുക്കും. എന്നിട്ട് ലൊക്കേഷനിൽ വന്നിട്ട് ഒരു 4 റീടേക്ക് വരെയൊക്കെ ഓക്കെയാണ്. അപ്പൊ അതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് കൊണ്ടോ അങ്ങനെയൊക്കെ പോകണേ ഓക്കെ, പക്ഷെ ഡയലോഗ് തെറ്റിക്കരുത്. അതുകൊണ്ട് ഇപ്പോ അതായത് ജിസ് ജോയ് എന്ന് പറഞ്ഞ മറ്റേ നന്മമരം മോട്ടിവേഷന്റെ സ്വഭാവമുള്ള ആളെന്നൊക്കെ നമുക്ക് തോന്നുന്നത് ഒരു ഭീകരജീവിയായിട്ട് മാറുന്നത് അവിടെയാണ്. പല സമയത്തും ഞാൻ അതാ, അപ്പൊ ഇതുകൊണ്ട് ഞാനിപ്പോ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആസിഫ് റെക്കമെൻഡ് ചെയ്ത ഒരു ഉഗ്രം കഥയുണ്ടോ, അത് സൺഡേ ഹോളിഡേ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. പകുതി ഞാൻ പറയാം. അതായത് അപർണയുടെ ക്യാരക്ടറിന് ഐസിയുലേക്ക് കയറി, കുത്തുകൊണ്ട് ഐസിയുലേക്ക് കയറി, ക്യാരക്ടർ ഏതാന്ന് പറയണ്ട. അപ്പൊ ഞാൻ പുറത്ത് നിൽക്കുമ്പോ ഈ കാര്യം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ, അപ്പൊ അത് നമ്മള് ആദ്യം കാസ്റ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് റിഹേഴ്സൽ ചെയ്ത സമയത്ത് ഇതൊരു പുരുഷനായിരുന്നു. അപ്പൊ ഇത് ചെയ്തു വന്ന എവിടെ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി, ഇങ്ങനെ വന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയാൽ ചിലപ്പോൾ കുറച്ചും കൂടെ അതിനൊരു ഇമോഷണൽ ഒരു ബാലൻസിങ് കിട്ടും. അവിടെ എവിടെയൊക്കെ ഒരു വാത്സല്യമോ ഒരു കരുതലോ ഒക്കെ കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യും എന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ ജിസിന്റെ അടുത്ത്, ജിസ് ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്തെങ്കിലും സാധ്യത ഉണ്ടോ എനിക്ക് തോന്നിയാന്ന്. ജിസ് എടാ അടിപൊളി, അത് നല്ലതാ, കറക്റ്റാ, പക്ഷെ നമുക്ക് ആര് ചെയ്യോടാ, പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, അത് ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത്, അവിടെ ടൈം ലിമിറ്റേഷൻ, സമയം തന്നിരിക്കുന്നത് രാത്രി 9 മണി വരെ ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോ രാത്രി 11:30 കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലിൽ എല്ലാ മര്യാദകളും പാലിച്ച് നമ്മൾ, അതുകൊണ്ട് മാത്രം അവര് വേറെ നമ്മളോടൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടാവുന്നു. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, അവര് കാണാൻ ഒക്കെ നല്ലതാണ്. അപ്പൊ ഇടയ്ക്ക് എപ്പോഴും ഫോട്ടോ എടുക്കാൻ വന്ന് ഇവരോട് സംസാരിച്ചപ്പോ ഇവര് ഭയങ്കര രസമായിട്ട് എന്നോട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് പക്വതയൊക്കെ തോന്നുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ജിസിനോട് പറഞ്ഞു, ജിസ് ഓക്കെ എന്ന് പറഞ്ഞു. 11:30 തുടങ്ങി 2 മണി. അത് ഒരു പേജ് ഡയലോഗ് ഒന്നുമില്ല, സമാധാനിപ്പിച്ച് പോകുന്നതേ ഉള്ളൂ. ഓരോ ടേക്ക് കഴിയുമ്പോ ഞാനിങ്ങനെ ജിസിന്റെ മുഖത്തേക്ക്. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 2 മണിക്ക് ബാറ്റ മാറുവേ, മനസ്സിലായോ? ഇത് മറ്റേ ആസിഫിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ ഐഡിയ ആയി പോയി. പാക്കപ്പ് കഴിഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരു വണ്ടിയിലാ പോകുന്നത്, അല്ലെ എറണാകുളം വരെ എന്റെ തല തിന്നു. അല്ല, അപ്പൊ ഞാനെന്ന് വെച്ചാൽ എനിക്കത് വീസി ആയിട്ട് അവരെ ക്ലോസ് വെച്ച് ഒഴിവാക്കും. ക്ലോസ് വെക്കുമ്പോ ഇദ്ദേഹം ഒഴിവാകും. അതുകൊണ്ട് ഞാൻ ഇത് ക്ലോസ് ഷോട്ട് ഇവിടെ നിന്നാണ് ഷോട്ട്, ആസിഫിന്റെ പുറകിൽ നോക്കി അവൻ വീട്ടിൽ പോകരുത്. അടിപൊളി. ഈ ഓണം ഒക്കെ വരുന്ന സമയത്തേക്ക് പുതിയ വാർത്തകൾ, പുതിയ വിശേഷങ്ങളൊക്കെ ഭയങ്കര സന്തോഷം തരുന്നതാണ്. അതിൽ ഉറപ്പായിട്ടും ടിക്കിറ്റാക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ലോങ് പീരീഡിൽ ആസിഫ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആസിഫ് ടിക്കറ്റാക്കലാണ്. ആസിഫിന്റെ പേര് 209 ദിവസം. എനിക്ക് തോന്നുന്നു ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഇത്ര നാളെ ഷൂട്ട് ചെയ്ത മലയാള സിനിമ വരുന്നത്. അതും ആസിഫ് തന്നെ അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള, അത്രയും പ്രിയപ്പെട്ടതായിട്ടുള്ള സിനിമ. അന്ന് പറഞ്ഞ പോലെ ആസിയുടെ KGF എന്ന് പറയുന്നത്. അയ്യോ അതിന് ഇവർ ആസി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്ന ലാർജ് സ്കെയിലിൽ ഈ പറഞ്ഞൊരു ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സിനിമ. എന്താണ് ടിക്കി ടാക്കയുടെ
ഈ പറഞ്ഞ ടിക്കി ടാക്കയിലുള്ള ആസിഡിൻ്റെ ഒരു ഇനീഷ്യൽ കോൾ സമയത്തുള്ള ആസിയുടെ ഒരു മൈൻഡ് സെറ്റ്, തോട്ട്, കാര്യങ്ങൾ ഫൈനലി 209 ദിവസങ്ങളും കഴിഞ്ഞ് വളരെ ഹാപ്പി സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന ആസിഫും ഭയങ്കര വ്യത്യാസമുണ്ടോ? എനിക്ക് ഈ ഹീറോയിക് ആയിട്ടുള്ള ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ല റാൽഫ്, ഓണം ഇപ്പൊ നമ്മൾ ഫെസ്റ്റിവൽ സിനിമയിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് എങ്ങനെയുള്ള എം.എൻ. കാർത്തികേയൻ. നമ്മൾ ഇടിപ്പടമാണ് കാണാൻ തിയേറ്ററിൽ പോകാൻ നിന്നത്. തിയേറ്ററിൽ ഇടിപ്പടം കണ്ട് 1 or 2 പ്രാവശ്യം കാണാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ അത്തരത്തിലൊരു ഫുൾ പവർ ആക്ഷൻ ചെയ്യണം. പക്ഷെ പണ്ടത്തേതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായി. നമ്മൾ കാണുന്നത് ഇപ്പൊ ഇന്റർനാഷണൽ ആക്ഷൻ ഫിലിംസ് ആണ്. ഈവൻ ഇന്ത്യയിൽ വരുന്ന സിനിമകൾ പോലും ഇന്റർനാഷണൽ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ടെക്നിക്കലി റിച്ച് ആയിട്ടുള്ള കൊറിയോഗ്രാഫി മുതൽ നമുക്ക് അല്ലെ നമ്മൾ ഇന്റർനാഷണൽ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ രോഹിത്തിന്റെ കൂടെ ഇതിനു മുന്നേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. രോഹിത്തിന് സിനിമയോടുള്ള കാഴ്ചപ്പാട്, ഒരു സിനിമയ്ക്ക് വേണ്ടി രോഹിത് എടുക്കുന്ന എഫേർട്ട് എന്താണെന്നും എനിക്കറിയാം. അപ്പൊ എപ്പോഴും രോഹിത്തിന്റെ സിനിമകൾക്ക് പറ്റുന്നത് എഹെഡ് ഓഫ് ടൈം ആയി ഇബിലിസ് ആണെങ്കിലും കുറെ കഴിയുമ്പോഴാണ് ഈ സിനിമകളെ പറ്റി ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇച്ചിരി അഹെഡ് ഓഫ് ടൈം ആയാലും നല്ലതാ എന്ന് തോന്നുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് രോഹിത് വന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഒത്തിരി കാര്യങ്ങൾ കൺവിൻസ്ഡ് ആവാനുണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. അപ്പൊ അതില് പറഞ്ഞു വരുന്നത് തന്നെ ഒരു ഡൗൺഫോളിൽ നിന്ന് റേസ് ചെയ്യുന്ന ഒരു ഹീറോയെ പറ്റിയിട്ടാണ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞ് രോഹിത്തിന്റെ കൂടെ വർക്ക് ചെയ്ത്, രോഹിത്തിന്റെ റെഫറൻസസ് വർക്ക് ചെയ്ത്, അതിന്റെ ടെക്നിക്കൽ ടീം സെറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എഫേർട്ട് എടുത്ത സിനിമയാണ്. ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോ ഒരു മനുഷ്യന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ഈ സിനിമ ഇപ്പം ജിസു പറഞ്ഞില്ലേ, പ്രീ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ചെയ്ത സിനിമ എന്ന് പറയാൻ ഒരു കാരണം കൂടെ ടിക്കറ്റൊക്കെയാണ്. ഇത് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങേണ്ട സിനിമയായിരുന്നു ഇത്. ഞങ്ങൾ അങ്ങനെ ഞാൻ ആ സിനിമയ്ക്ക് ഇടുന്ന എഫേർട്ടും ആ സിനിമേന്റെ എന്റെ എക്സൈറ്റ്മെന്റും ജിസിനും അറിയാവുന്നത് കൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് അത് ആ സിനിമ ഒരു റഷും ചെയ്യാതെ നീ ആഗ്രഹിച്ച പോലെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ് ഈ ഫുൾ ടീം എന്നെ സപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ ടിക്കറ്റൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ താടി എടുത്തപ്പോ എന്റെ മുഖം കൊറേ ഫോട്ടോസ് കണ്ടില്ല. അപ്പൊ ജിസ് എന്നെ ഇങ്ങനെ നോക്കി കൊറേ നേരം ചേട്ടാ നമുക്ക് 1 മാസം കൂടെ തലവണ്ടി കഴിച്ച് കുറച്ച് കവളൊക്കെ വന്നിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് എന്റെ ടിക്കറ്റൊക്കെ. ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാനും എന്നെ ഇഷ്ടപ്പെടുന്നവരും അറിയാവുന്നവരും എല്ലാം അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊടുത്തു. ഈ ടിക്കറ്റൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കണ്ടിട്ട് ചോദിക്കുവാണെങ്കിൽ ജിസേറിന്റെ ഓൾറെഡി ഒരു വാച്ച് ലിസ്റ്റ് നമ്മൾ എടുത്തായിരുന്നു. ജിസേറിന് സജസ്റ്റ് ചെയ്ത 5 or 6 പടങ്ങൾ എന്ന രീതിയിൽ ആസിയുടെ ഒരു വാച്ച് ലിസ്റ്റ്, നമ്മളിപ്പോൾ ഒരു ക്യൂ സ്റ്റുഡിയോ വാച്ച് ലിസ്റ്റ് എന്നുള്ള പ്ലാനിൽ നമ്മൾ ലെറ്റർ ബോക്സ് വാച്ച് ലിസ്റ്റ് ഒക്കെ പറയുന്ന പോലെ നിങ്ങളിൽ നിന്ന് സിനിമകൾ എടുത്ത് നിങ്ങളുടേതായിട്ടൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാർട്ടായിട്ട് ചോദിക്കുകയാണ്, ഈ മലയാളി പ്രേക്ഷകർ, ആസിയുടെ ഫാൻസ് ആയിരിക്കാം, സിനിമ കാണുന്നവർ, സിനി ഫയൽസ്, ഇവരെല്ലാം കാണണം, സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന 5 or 6 സിനിമകൾ എന്തായിരിക്കും? അത് ഈ ഏത് കാലഘട്ടം എന്തും. എന്റെ ഫേവറേറ്റ് ലിസ്റ്റ് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു സിനിമ മനു അങ്കിൾ എന്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. അത് കുട്ടികൾക്ക് ഏത് ജനറേഷനിലും അല്ല ഏത് കാലഘട്ടത്തിലെ കുട്ടികൾക്കും വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് ഭയങ്കര രസമായിരുന്നല്ലേ, ഈ CJP പ്രൊട്ടസ്റ്റ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ പാറ്റ ചെറിയ ജീവിയെല്ലാം പറഞ്ഞ് മനുവങ്കിളിലെ മറ്റു പാറ്റ പിടിച്ചോണ്ട് വന്നിട്ട്. അതുമല്ല ഈ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. അതെ, മികച്ച കുട്ടികളുടെ ചിത്രത്തിൽ ഡെന്നീസ് ജോസഫ് സാറാണ് ചെയ്തത്. മമ്മൂക്ക, ലാൽ സാറ് അല്ലേ, ഭയങ്കര പടമായിരുന്നു. മിന്നൽ പ്രതാപൻ, കാലാപാനി. ഞാനൊരു സിനിമ കണ്ടിട്ട്, അതായത് എന്റെ ചെറുപ്പത്തിൽ ഞാനൊരു സിനിമ കണ്ട് അത്ഭുതപ്പെട്ട് നിന്ന് പൊളിച്ചിരുന്ന് കണ്ടു എന്ന് പറയുന്ന ഒരു സിനിമയാണ് കാലാപാനി. അതിന്റെ സ്കെയിൽ, അതൊരു മലയാള സിനിമയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. അതും ആലോചിക്കണം, ഈ പറഞ്ഞ 75-80 ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണെന്ന് വിശ്വസിക്കാം. ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തില്ല അവിടെ. 75 ദിവസം കൊണ്ട് തീർത്തു. എന്താ അതിലാ മറ്റേ വാട്ടർ ടാങ്കിന്റെ അകത്തുള്ള ഫൈറ്റും ഇതിന്റെ മറ്റേ വൈഡൊക്കെ എവിടെയൊക്കെ അതാ ആമസോൺ ഫോറസ്റ്റിൽ കാണിക്കുന്നത്, ആ ജയിലിൽ ഒരു ഫ്രെയിം പോലും പാടല്ലോ. വെറുതെ വിനീത് ലൈബ്രറിയിൽ തപ്പുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, പോലും ഇതല്ല റെയിൽവേ സ്റ്റേഷൻ കാണിച്ചിരിക്കുന്നത്. എന്റെ അമ്മ എന്ത് രസമാണ് ആ പടം. ഭയങ്കര കാസ്റ്റിംഗ്. ഭയങ്കര കാസ്റ്റിംഗ്. ഈ അടുത്ത കൂടെ ഞാൻ ഈ 4-5 ദിവസം മുമ്പ് കൂടെ ഏതോ റീൽ കണ്ടപ്പോ അതിലേത് ചെമ്പൂവി എന്നുള്ള പാട്ട് കേട്ട് ആ റീലിന്റെ ഒരു
10 സെക്കൻഡ് കേട്ടതും വീണ്ടും യൂട്യൂബിൽ എടുത്ത് പാട്ട് മുഴുവൻ കണ്ട് മൊത്തം. ലിറിക്സ് കംപ്ലീറ്റ് പരിശോധിച്ചു. അതിന്റെ ഓഡിയോ കാസറ്റ് അന്ന് വരുമ്പോ ഒരു Narration. നറേഷൻ ഉണ്ട്. എല്ലാവരും ഉണ്ട്. ആ, അത് ശരി. ചന്ദ്രലേഖയ്ക്ക് ചന്ദ്രലേഖയ്ക്ക് ഉണ്ടായിരുന്നു. അതിലേറ്റവും ഏറ്റവും കൂടുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് മറ്റേ എന്താണ് കാശുള്ളവൻ സ്വപ്നം കാണാൻ ആ, പറ്റില്ല. yes. ഇപ്പൊ നമ്മുടെ കയ്യില് ശമ്പളം കാണുന്ന ഒരു കിനാവ്. അതെ അതെ അതിന് പറ്റിയ പാട്ടും വരുമല്ലേ ആ, മാനത്തെ ചന്ദ്രൻ. ഈ ഓണത്തെ പറ്റി നമ്മൾ ഇത്ര പറയുമ്പോഴും ഇപ്പൊ ഇരിക്കുന്നത് ഒരു സിനിമ ലൊക്കേഷനിലാണ്. ആ. എനിക്ക് തോന്നുന്നു ആസിഫിന്റെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ കിട്ടിയതൊരു ഓൺ റിലീസ് ആയിരുന്നു കിഷ്കിന്ത കാണ്ഡം വരുന്ന സമയത്തേക്ക്. അതെ. ജിസേറിന്റെ ഓൺ റിലീസ് ഉണ്ടായിട്ടില്ല, തിയേറ്ററിൽ ഓൺ റിലീസ് വന്നിട്ടില്ല. ഇല്ല ഓണം വന്നിട്ടില്ല വന്നിട്ടില്ല. എന്താ ഇപ്പൊ ഇവിടെ കോട്ടയമ്പലത്തെ ലൊക്കേഷനിൽ ഇരിക്കുന്നു, സിനിമ സെറ്റിലോ ഓണം മൂഡ്, നിങ്ങൾ പ്രാക്ടിക്കലി വർക്ക് ചെയ്യുകയാണല്ലോ. ശരിക്കും ആഘോഷങ്ങൾ എപ്പോഴും നമുക്ക് ഏറ്റവും നന്നായി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒത്തിരി പേര് ഉള്ള സമയത്താണ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ പോലും നമുക്ക് ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഉണ്ടാവുള്ളൂ. പക്ഷെ ലൊക്കേഷനിൽ ഓണം എന്ന് പറയുമ്പോൾ അതിന് വേറെ തന്നെ ഒരു കളർ ഉണ്ടാവും. ഈ ഷൂട്ടിന്റെ ഇടയിലുള്ള വളരെ പരിമിതമായ ഒരു സമയമായിരിക്കും. അതായത് ഒരു മേജർ ഒരു ലഞ്ച് ബ്രേക്കിനായിരിക്കും, കുറച്ച് ഏർലി ലഞ്ച് ബ്രേക്ക് ലൈറ്റ് ആയിട്ട് തീരുന്നത് വരെ പ്ലാൻ ചെയ്തിട്ട് അതിന്റെ ഇടയിലായിരിക്കും ഈ ഓണസദ്യയും ഒക്കെ ഉണ്ടാവുക. പക്ഷെ അതൊരു പ്രത്യേകിച്ച് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു 10-70 ദിവസം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു കുടുംബം പോലെയാണ്. അപ്പൊ ആ കുടുംബം ഒരുമിച്ച് ആഘോഷിക്കും, നമ്മുടെ എല്ലാവരുടെയും ഫാമിലി അങ്ങോട്ട് വരും. അപ്പൊ അതൊരു ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഭയങ്കര മെമ്മറബിൾ ആയിട്ട് കിട്ടിയത് മൈലാഞ്ചി മൊഞ്ചുള്ള വീട് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ലൊക്കേഷനിൽ ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു. അതായത് വരിക്കാശ്ശേരി മനയിലായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? അതും ലൊക്കേഷൻ ആലോചിച്ച് നോക്കും. വരിക്കാശ്ശേരി മനയിൽ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ മധു സാറുണ്ട്, ജയറാമേട്ടനുണ്ട്, സിദ്ദീഖ ഉണ്ട്, ഷാജോൺ ചേട്ടനുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ ഒരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. കനിഹ, മീരാനന്ദൻ, പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫാമിലീസ് വന്നു. അപ്പൊ അതൊരു ഭയങ്കര രസമുള്ള ഓണാഘോഷമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു ആൾക്കൂട്ട ആഘോഷങ്ങൾ വരുന്നത് ലൊക്കേഷനിൽ തന്നെയാണ്. അതെ എന്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. അതായത് ഈ റൾഫ് പറഞ്ഞില്ല എനിക്ക് മറ്റേ ഇതുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, ഓൺ റിലീസ്. ഓണം റിലീസ് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്റെ ആദ്യത്തെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നത് സെപ്റ്റംബർ 14 തീയതിയാണ്. സെപ്റ്റംബർ 15 ഓണമാണ്. സെപ്റ്റംബർ 15 അപ്പം സെപ്റ്റംബർ 14 തീയതി ഷൂട്ടിംഗ് നടക്കുകയാണ്. തേവര സെക്കൻഡ് ഹാർഡ് കോളേജിലാണ്. അപ്പൊ അറിയാലോ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് അപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ നമുക്ക് ആദ്യത്തെ സിനിമ തുടങ്ങുന്നു. 14 തീയതി ഞാൻ ലൊക്കേഷൻ നിൽക്കുമ്പോൾ ആസിഫിന്റെ കൂടെ കോമ്പിനേഷനിൽ അഭിനയിക്കേണ്ട ഒരു താരം, ആ താരം വന്നിട്ടില്ല. പ്രൊഡക്ഷൻ കൺട്രോളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പൊ വരും, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാനൊരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ഓഫ് മൈ മൂവി ഫസ്റ്റ് ഡേ ആയ ദിവസം ഈ താരത്തിന്റെ കയ്യിൽ നിന്നുള്ള ചതി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ താരത്തെ വിളിക്കുകയാണ്. ഇത് മറ്റേ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആളാണ്. ഞാൻ താരത്തെ വിളിച്ചു. അപ്പൊ താരത്തെ വിളിച്ചതും അറബിയില് വോയിസ് ഓവർ ഞാൻ തകരുന്നു. നേരെ ഫോൺ എടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ദുബായിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇന്ന് നമുക്ക് ഷൂട്ടിംഗ് ഉള്ള ആരും അറിയില്ലേ, എത്ര തൽക്കാലം വേറെ ആരെങ്കിലും വെച്ചോ. ഇങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ഈ സിനിമയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ആ ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ കൈയും കാലും പിടിച്ച് ഞാൻ പറയുന്നു ഇത് നിങ്ങളില്ലാതെ നടക്കില്ല, വേറെ ആരൊന്നും പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിന് ഇദ്ദേഹം വരുന്നു. പിറ്റേ ദിവസം ഓണത്തിന് ആ ഓണം ഗംഭീരമായിട്ട് സദ്യ എല്ലാം കഴിച്ച് ഞങ്ങള് ആ കോളേജിൽ ആഘോഷിച്ചു. പക്ഷെ അങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഓണം റിലീസ് എനിക്ക് ഉടനെ വരട്ടെ. കോട്ടയം ബെൽറ്റ് ആണ് പുതിയ വിശേഷം. ഈ പറഞ്ഞ പോലെ ടൈറ്റിലുകൾ ഭയങ്കര രസമായിട്ട് കുക്ക് ചെയ്യുന്ന സമയം കൂടിയാണല്ലോ. കാരണം ടൈറ്റിൽ തന്നെ ഒരു ഇൻവിറ്റേഷൻ ആണ് ഓഡിയൻസിന് തിയേറ്ററിലോട്ട് വരാനായിട്ട്. കാരണം എത്ര സിമ്പിളായി എത്ര പവർഫുള്ളായി പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതിലാണല്ലോ നിൽക്കുന്നത്. കോട്ടയം ബെൽറ്റിൽ തന്നെ രസമുണ്ടായിരുന്നു. ക്യൂരിയസ് ആവുന്നുണ്ട്, എന്താ ഇപ്പോൾ കോട്ടയം ബെൽറ്റിനെ പറ്റി പറയാൻ പറ്റുന്നത്? ബീയിങ് ഇൻ ദ ലൊക്കേഷൻ എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്? കോട്ടയം ബെൽറ്റ് ഇതുവരെ ഞാൻ ചെയ്ത സിനിമകൾ ആസിഫ് അതിനേക്കാളും വലിയ സിനിമകൾ തന്നെ. ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമയാണ്, ഏറ്റവും വലിയ ക്യാൻവാസിൽ. ഒപ്പം തന്നെ ഏറ്റവും നമ്പർ ഓഫ് ആർട്ടിസ്റ്റുകളുടെ ഒരു നിര നോക്കിയാലും ഒത്തിരി പേരുണ്ട്. അതിപ്പോൾ ഒരു സീനാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ മനസ്സിലായി അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എന്നല്ല, ആക്ടേഴ്സിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊന്ന്. പിന്നെ മ്യൂസിക്കലി ഗോവിന്ദ് വസന്ത, ഞാൻ ഗോവിന്ദ് വസന്തയുടെ വലിയൊരു ഫാനാണ്. ഗോവിന്ദ് വരുന്നു. അപ്പോൾ ഒരു പുതിയ ടീമപ്പ്, സാധാരണ എനിക്കൊരു ടിപ്പിക്കൽ ടീമപ്പ് ഉണ്ട്, അതിൽ നിന്നൊക്കെ മാറി. ഈവൻ എൻ്റെ ഡയറക്ഷൻ ടീമാണെങ്കിൽ പോലും ഒക്കെ ഒരു പുതിയ ടീമാണ്. സാഗറുണ്ട് അസോസിയേറ്റ് ഡയറക്ടർ, അതല്ലാതെ ബാക്കി എല്ലാം പുതിയ ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ ഒരു ഭയങ്കര ഫ്രഷ്നെസ് അനുഭവിക്കുന്ന
എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് പ്രീ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വൺ ലൈൻ ഉണ്ടാക്കാൻ, വൺ ലൈൻ കംപ്ലീറ്റ് ആക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സമയം എടുത്തിരിക്കുന്ന ഒരു സിനിമ കോട്ടയം ബെൽറ്റാണ്. ഇപ്പോൾ ഈ പേരിട്ടപ്പോൾ മുതൽ ആളുകൾ നല്ലതാണെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ ആക്ച്വലി വേറൊരു പേരിൽ ലോക്കായി. അതായത് ഞങ്ങൾ ഒരു ഇതാണ് ഈ സിനിമയുടെ പേര് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അസോസിയേഷനിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ പേര് ഓൾറെഡി വേറൊരു ഡയറക്ടർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത് തുടങ്ങാൻ പോകുന്ന സിനിമയുടെ പേര് അതാണ്. ഞങ്ങൾ പാനിക്കായി. കാരണം ഈ ഞങ്ങളുടെ സിനിമ തുടങ്ങാൻ ഒരു ആഴ്ചയുള്ളൂ. അപ്പൊ ഞാൻ പറയാം, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും അങ്ങനത്തെ നിമിത്തങ്ങളിൽ ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ, ചില ആർട്ടിസ്റ്റ് മാറി, ചില ആർട്ടിസ്റ്റ് വരുന്നു, ചില ലൊക്കേഷൻസ് മാറുന്നു, പേരുകൾ മാറുന്നു. വല്ലാതെ ഒന്ന് പതറിപ്പോയെങ്കിലും ആ സമയത്ത് ഈ സിനിമയോട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിലിനെ കുറിച്ച് തന്നെ ആലോചിച്ച് വന്നു ഈസി ആയിട്ട് വന്നൊരു പേരാണ് കോട്ടയം ബെൽറ്റ് എന്നാണ്. അപ്പൊ അത് പെട്ടെന്ന് ഞാൻ തന്നെ കൈകൊണ്ട് എഴുതിയിട്ട് ഇവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തു. എഴുതി ഒരു മ്യൂസിക് ഒക്കെ ഇട്ടു, ഗോഡ് ഫാദറിന്റെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട്, ഇംഗ്ലീഷ് ഗോഡ് ഫാദർ ഇതിങ്ങനെ ഷൂട്ട് ചെയ്ത് A4 സൈസ് പേപ്പറിൽ എഴുതിയിട്ട് അതിങ്ങനെ ഷൂട്ട് ചെയ്തു, മ്യൂസിക് സ്പീക്കറിലിട്ടു, നേരെ അയച്ചു കിട്ടിയതും എല്ലാവരും വച്ചാ പൊളിച്ചു, മറ്റേ പേരിനേക്കാളും നല്ല പേര് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടിപൊളിയാട്ടെ കോട്ടയം ബെൽറ്റ്. ഈ ടേസ്റ്റ് ഓഫ് സക്സസ് എന്നുള്ളത് എപ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതാണല്ലോ. അതായത് ഒന്ന് ഇതിനോടുള്ള ക്രേവിങ് ഒരു പോയിന്റിലുള്ളത്, വൺസ് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു രസം കിട്ടിക്കഴിഞ്ഞാൽ അത് തുടരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അതിപ്പോ ഒരു ആക്ടർക്കാണെങ്കിലും മേക്കർക്കാണെങ്കിലും ആർക്കാണെങ്കിലും. വൺസ് ഒരുപക്ഷെ ഇതിൽ എവിടെയും പതറിപ്പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അതിലും ഇരട്ടി ആവേശത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന സ്റ്റേജിൽ സക്സസിന് എങ്ങനെയാണ് കാണുന്നത്, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താന്നുള്ളത്, അതിനുള്ള എഫേർട്ടുകൾ അത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ളതാണോ, അതിൽ പാളിപ്പോകുന്ന സമയങ്ങളിൽ നിങ്ങളത് ലൈക്ക് ഇതിനെ നോർമലൈസ് ചെയ്ത് ഇതിൽ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളത്, ഇത് ഈ ഒരു പ്രോസസ്സ് എങ്ങനെ ശരിക്കും ഒരു ആർട്ടിസ്റ്റിന്റെ? കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല സിനിമകൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ചെയ്യണം തന്നെയാണ്. അതിലിപ്പം ഈ സിനിമ നമ്മളെ റിലീസായി കഴിഞ്ഞ് ഇത് കാണാൻ വരുന്നവർക്ക് എല്ലാവർക്കും ഈ സിനിമയെ ഇഷ്ടപ്പെടുക, ഈ സിനിമയെ പറ്റി ആളുകൾ സംസാരിക്കുക, അതാണ് ഞാനൊരു സക്സസ് ആയിട്ട് കാണുന്നത്. ആ സക്സസ്സിന് ഡെഫിനറ്റ്ലി എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പ്രേക്ഷകർ നിറഞ്ഞ മനസ്സോടുകൂടി അല്ലെങ്കിൽ ഒരു എന്റർടൈൻഡ് ആയി എന്ന് അവർ പറയുന്ന അതിനെയാണ് ഞാൻ സക്സസ് ആയിട്ട് കാണുന്നത്. അത് ഓരോ സിനിമ കഴിയുമ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ തപ്പുന്നതും ഓഡിയൻസിന്റെ റെസ്പോൺസ് എടുക്കുന്നതും എല്ലാം എത്രത്തോളം ഇത് കമ്മ്യൂണിക്കേറ്റ് ആയി, നമ്മൾ ആഗ്രഹിച്ച പോലെ ഈ സിനിമ എത്രത്തോളം സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ എല്ലാ സിനിമയ്ക്കും അങ്ങനെ തന്നെ ഉണ്ടാവണം എന്നാണ്. പിന്നെ അഗെയിൻ ഇപ്പം ജിസു പറഞ്ഞ പോലെ നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴും വലിയ വലിയ സിനിമകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം കിട്ടണമെങ്കിൽ നമ്മുടെ സിനിമകൾ കൺസിസ്റ്റന്റ് ആയിട്ട് വിജയിക്കണം, നമ്മുടെ സിനിമകൾ മാർക്കറ്റ് ചെയ്യാതെ തന്നെ ആളുകളിലേക്ക് എത്തിപ്പെടണം എന്നൊക്കെ പറഞ്ഞ കുറെ കോളംസ് ടിക്കാണ് നമ്മുടെ പേരിൽ ആളുകൾ. അതെ, നമ്മള് കാണുമ്പോ അല്ലെങ്കിൽ നമ്മള് ഫേസിനേക്കാളും നമ്മൾ ചൂസ് ചെയ്യുന്ന സിനിമകൾ കാണുന്ന ഒരു വിശ്വാസം ഉണ്ടാവണം. അപ്പൊ അതാണ് ഞാൻ സക്സസ് കാണുന്നത്. അതിനുവേണ്ടി തന്നെ ട്രൈ ചെയ്യുന്നത്. അത് പല സമയത്ത് ഒരു സീസൺ മുഴുവൻ മിസ്സിംഗ് ആയിരുന്നു പലപ്പോഴും. പക്ഷെ അത് എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു വലിയ സീസൺ കഴിഞ്ഞിട്ട് അത് തിരിച്ചു കിട്ടിയത് തലവനിലൂടെയാണ്. അത് ക്രാക്ക് ചെയ്ത് ഞാനായിട്ട് ക്രാക്ക് ചെയ്തതല്ല റാൽഫ് ഒരിക്കലും, അത് സംഭവിച്ചതാണ്. ഇപ്പം കഴിഞ്ഞ സിനിമകളൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത് ഞാൻ അറിയാതെ എനിക്ക് ഉണ്ടായ മാറ്റങ്ങളിൽ കൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഞാൻ ഏറ്റവും ആസ്വദിച്ചത് തലവനിലായിരുന്നു. ഒരു സീരീസ് ഓഫ് സിനിമകൾ ഞാൻ ആഗ്രഹിച്ച പോലെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ. അപ്പൊ ഞാനും ഒരു കോൾഡ് ആയിട്ടുള്ള തിയേറ്റർ റെസ്പോൺസ് ആണ് ഒരുപാട് നാള് കണ്ടിരുന്നത്. പക്ഷെ തലവൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആളുകൾ വളരെ സന്തോഷത്തോടു കൂടിയാണ്, അതായത് നിറഞ്ഞ മനസ്സൊന്നുമല്ല, സന്തോഷത്തോടു കൂടി തന്നെയാണ് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞത്. അപ്പൊ അന്ന് മുതൽ ഞാനപ്പോ അതിന് വേണ്ടിയിട്ട് ആ സന്തോഷം എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതിന് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. അതായത് ഈ റാൽഫ് ഇതിനകത്തേക്ക് ഒരു ഇന്റൻസ് ആയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഈ ചില ടീമുകളൊക്കെ നമ്മൾ വളരെ ഇപ്പോൾ ഫുട്ബോൾ ടീമായാലും ക്രിക്കറ്റ് ടീമായാലും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ടീമിന്റെ ഫൈനൽ വന്നിരിക്കട്ടെ, രണ്ടാമത് ഈ കൂടെ കളിക്കുന്ന ആൾ അത്രയും പ്രോമിസിങ് അല്ല, സ്വാഭാവികമായിട്ട് ഇതിന്റെ പുറകിൽ കുറെ ബെറ്റിംഗ് നടക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ. അത് ഈ ടീം മെമ്പേഴ്സിന് ആർക്കും അറിയില്ല എവിടെയൊക്കെ നടക്കുന്നത്. കൊച്ചു നാട്ടിലെ ക്ലബ്ബുകളിലുണ്ടാവും, ഇന്റർനാഷണൽ കപ്പലുകളിലുണ്ടാവും, അല്ലെ, വലിയ വലിയ കാസിനോസിലുണ്ടാവും. നമുക്കറിയില്ല ഇതിന്റെ ബിസിനസ് എവിടെയൊക്കെയാണ് നടക്കുന്നത്. നമ്മളിവിടെ 1.5 മണിക്കൂർ കളിക്കുന്ന ഒരു ഫുട്ബോളിന് എവിടെയൊക്കെയാണ് ഇതിന്റെ ബെറ്റിംഗ് നടക്കുന്നത്, എവിടെയൊക്കെയാണ് കോടികൾ മറയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് സിനിമ. ഒരു ആർട്ടിസ്റ്റ് പയ്യെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ഇമേജിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സക്സസ് വരാൻ തുടങ്ങുമ്പോൾ അയാളുടെ പേരിൽ അയാൾ പോലും അറിയാത്ത ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്, വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു
അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രി ആണെന്ന രീതിയിൽ ഞാൻ ഉം. ഭയങ്കര കോൺഷ്യസ് ആണ്. ഇപ്പോൾ നമുക്ക് ഓവർസീസ് എടുക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന ഫോർ എക്സാമ്പിൾ ഗുൽഷൻ സാർ എന്ന് പറയുന്ന മനുഷ്യൻ പ്രേം നസീറിനെ കാലത്ത് മലയാള സിനിമ എടുത്തിരുന്ന ആളാ അല്ലേ? ദുബായില് ഇറാനിയൻ. അദ്ദേഹത്തിന് 90 വയസ്സായി. ഇപ്പോഴും ഇവിടെ വന്ന കൊച്ചു കൊച്ചു ആർട്ടിസ്റ്റുകളെ പോലും അദ്ദേഹത്തിന് അറിയാം. മനസ്സിലായോ? നമ്മൾ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെ പോലെയാണ് ആളെല്ലാം. അത് മലയാള ഇൻഡസ്ട്രിയെ കുറിച്ച് മാത്രമല്ല, തമിഴ്, തെലുങ്ക്. അപ്പോൾ ഞാൻ ഗുൽഷൻ സാറിന്റെ പേര് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാർ ഒരു പ്രതീക്ഷ അർപ്പിക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വിജയങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. ഇത് ആഫ്റ്റർ ഓൾ ബിസിനസ് ആണ്. അത് നല്ലൊരു ആർട്ടും കൂടി ആവുന്നതാണ് ഇതിന്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു മനോഹാരിത എന്ന് പറയുന്നത്. ഈ തിയേറ്റർ വാച്ചിനെ പറ്റി പറയുമല്ലോ എപ്പോഴും. അവനവന്റെ പടം കാണുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആസിയും ജിസേട്ടൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഫെസ്റ്റിവൽ സീസണിൽ തിയേറ്ററിൽ പോകുന്നു, പടങ്ങൾ കാണുന്നു എന്നുള്ളത് എന്താ ഒരു മെമ്മറി എന്ന് പറയാൻ പറ്റുന്ന പാകത്തിനൊരു പടമുണ്ടോ? ഇപ്പോൾ ഒരു ഓണത്തിനോ ക്രിസ്മസിനോ വോട്ടെവർ ഒരു സെലിബ്രേഷൻ ടൈമിൽ ഒരു ഫെസ്റ്റിവൽ സീസണിൽ അന്നൊരു പക്ഷെ ബുക്ക് മൈ ഷോയിൽ അറിയാം വരി നിന്ന് ഇടികൊണ്ട് കേറി കണ്ട് അങ്ങനത്തെ ഒരു കോർ മെമ്മറി പറയാൻ പറ്റുന്ന സിനിമ സിനിമ പടമൊന്നും എനിക്കില്ല. എനിക്ക് നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടില്ലല്ലോ. അതെല്ലാം ഫെസ്റ്റിവലിന് ഉള്ള പരിപാടി, സിനിമയ്ക്ക് പോവാത്ത പരിപാടിയില്ല. ഏതൊക്കെ സിനിമയാണ് ഓണക്കാലത്ത് കണ്ട അങ്ങനെ ഓർമ്മയില്ല. ചിലപ്പോ എന്താ പറയുക, ഇത് പറഞ്ഞു കഴിയുമ്പോ താഴെ അവിടെ നിന്ന് അത് ക്രിസ്മസിനായിരുന്നു. നമ്മുടെ മാരുതി കാർ 150 വരെ വേണ്ട. അപ്പൊ ഞാൻ ചന്ദ്രോത്സവം ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇതുപോലെ മൂവാറ്റുപുഴയിലാണ്. തൊടുപുഴയിൽ ടിക്കറ്റ് ഇല്ല. മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് ബസ് കയറി നമ്മള് ഈ മോഹൻലാൽ ഫാൻസ് എല്ലാരും കൂടെ വളരെ ആവേശത്തോടു കൂടി ചന്ദ്രോത്സവത്തിന് പോയി. നമ്മൾ ചെന്ന ഷോയ്ക്ക് സോൾഡ് ഔട്ട് ആയിട്ട് ആ ഷോ കഴിയുന്നത് വരെ ക്യൂവിൽ നിന്ന് അടുത്ത ഷോയ്ക്ക് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ മഴ കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി ഷർട്ടൊക്കെ ഊരിയിട്ട് സിനിമ കാണാൻ സിനിമ കണ്ടു. അല്ല, ചന്ദ്രോത്സവം റാൽഫ് എനിക്കും അത് അന്ന് തിയേറ്ററിൽ ഞാൻ കാണുമ്പോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു സിനിമ ആയിരുന്നില്ല. അന്നത്തെ എന്റെ പ്രായത്തിനും പക്വതയ്ക്കും ഞാൻ ആസ്വദിക്കുന്ന രീതിക്കും ചന്ദ്രോത്സവം ഞാൻ വിചാരിച്ചൊരു സിനിമ ആയിരുന്നില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഞങ്ങൾ വേറൊരു സിനിമ പ്രതീക്ഷിച്ചു. പക്ഷെ ഒരുപാട് നാള് കഴിഞ്ഞ് ഞാൻ ഈ അടുത്ത കാലത്ത് ആ സിനിമ കാണുമ്പോ എന്തുകൊണ്ടാണ് അത് മനസ്സിലാവാതിരുന്നതെന്ന് ഞാൻ ഇഷ്ടപ്പെട്ട സിനിമ നമുക്ക് ഇപ്പൊ ചിലപ്പോ കാണാൻ പറ്റില്ല. അന്നത്തെ എത്രയോ പടങ്ങൾ അങ്ങനെ അല്ല. ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞ സിനിമ എന്തൊരു എക്സാമ്പിൾ ആണ് അത്. ഈ ചന്ദ്രോത്സവം പോലെ തന്നെ ഇപ്പൊ കാണുമ്പോ എന്തൊരു മനോഹരമായ റീഡിംഗ് ആണ് ഗുരു എന്നുള്ള പടം. അതുപോലെ ചന്ദ്രോത്സവം എന്തൊരു വാച്ച്ഫുൾ മൂവിയാണ്. ചന്ദ്രോത്സവം ശരിക്കും നമ്മൾ ഈ പറഞ്ഞ സ്ലാം ബുക്ക് ഒക്കെ തുറന്ന് വായിക്കുന്ന ഫീൽഡിലിരുന്ന് എല്ലാ ഡയലോഗ്സ്, എന്ത് രസമുള്ള പാട്ടുകള് പാട്ടുകള് എല്ലാ ഉഗ്രം പാട്ടുകൾ. ഈ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ സമയത്തേക്ക് ഉറപ്പായിട്ടും ജിസേട്ടനൊപ്പം ഞാൻ ഈ അടുത്തൊരു വലിയൊരു എപ്പിസോഡ് നമ്മൾ ഇരുന്നിരുന്നു. ഒരു ലോങ് സംഭവം കഴിഞ്ഞു. ആസിനൊപ്പം എന്നിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ആസി തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, എങ്ങനെ പ്ലാൻ ചെയ്യാന്ന് ആലോചിക്കുന്ന സമയത്തേക്ക് രണ്ടുപേരുള്ളതുകൊണ്ട് നമ്മൾ റൈറ്റിംഗ് റൂം എന്ന് പോയി സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു സിറ്റുവേഷൻ പറയുന്നു, അതിനെങ്ങനെ കൺസീവ് ചെയ്യുന്നത് അറിഞ്ഞാൽ കൊള്ളാം. ഒരു ആക്ടർ പെർസ്പെക്റ്റീവിലും ഒരു റൈറ്റർ ഡയറക്ടർ പെർസ്പെക്റ്റീവിലും നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും കൺസീവ് ചെയ്യണമെന്നുള്ളത്. സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് നടക്കുമായിരിക്കാം. ഡയറക്ടറും ആക്ടറും ഭയങ്കര ചാർജ്ഡ് ആണ്. നല്ല ഡേ ആണ്. ഭയങ്കര ആക്റ്റീവായിട്ട് രണ്ടുപേരും മാറി മാറി ഷോട്ടുകൾ എടുക്കുന്നു. ഭയങ്കര അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ആക്ടർ ഭയങ്കര ഡിസപ്പോയിന്റ് ആയി തുടങ്ങി. പുള്ളിക്ക് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. പുള്ളി ഭയങ്കര ഡൗൺ ആണ്. പുള്ളി ആരും നോക്കുന്നുണ്ട് ഈ ക്രൗഡിൽ. ഡയറക്ടർ ഇയാളുടെ നോട്ടം കണ്ടിട്ട് തപ്പി നോക്കുന്നുണ്ട്, ഇങ്ങനെ ആരും നോക്കുന്നതെന്നുള്ളത് ആരും കാണുന്നില്ല. ഡയറക്ടർ മാറ്റി നിർത്തി വയ്ക്കും. എന്നാ പറ്റി, ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നല്ലോ. അല്ല, ഞാൻ ഒരു പയ്യനെ കണ്ടു എന്ന് പറയും, ഈ കുഞ്ഞു പയ്യനെ. ഡയറക്ടർ ഒരു പയ്യനൊന്നും എവിടെയും കാണുന്നില്ല. ഡയറക്ടർക്ക് മനസ്സിലായി ആക്ടർ അത്ര കംഫർട്ടബിൾ അല്ല. പാക്കപ്പ് വിളിച്ചു, ഇന്ന് മതിയെന്ന് പറഞ്ഞു. പുള്ളി ഫ്ലാറ്റിൽ പോകുന്നു, വേറെ ഹോട്ടലിൽ പോകുന്നു, റൂമിലിരിക്കുന്നു. പുള്ളി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ് ആക്ടർ. ഇപ്പോൾ ഡയറക്ടർ എന്ന് വിചാരിച്ചൊന്ന് കംഫർട്ടബിൾ ആക്കാം. ഡയറക്ടർ വരുന്നു, ഡോറിൽ തട്ടുന്നു. ആക്ടർ ഡോറ് തുറക്കുന്നു. ആക്ടർ കാണുന്ന ഒരു കുഞ്ഞു പയ്യനാണ്, ഈ നേരത്തെ കണ്ട പയ്യൻ തന്നെയാണ്. ഇവന് എവിടെയോ നല്ല കണ്ടുപരിചയമുണ്ട്, ആരാണെന്ന് ക്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഡയറക്ടർ നോക്കുമ്പോൾ ആക്ടർ ഡയറക്ടർ നോക്കിക്കൊണ്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഇതിൽ ഒരു റൈറ്റർ ഡയറക്ടർ POVയും ഒരു ആക്ടർ POVയും എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെ എടുക്കുന്നതായിരിക്കും, ഇതിനെ ഏത് മൂഡിലെടുക്കുമായിരിക്കും? ഡയറക്ടർ തുടങ്ങും. ഡയറക്ടറാണല്ലോ ഇതിന്റെ തോട്ടം. നീയല്ലേ ബികോസ്
എന്ത് അല്ല, അയാള് ഇത്രയേറെ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കും. അല്ല, അല്ലാതെ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവില്ല. സീൻ പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന സീനുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സീനാണ്, ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ട സീനാണ്. കരിയിലെ കാറ്റ് പോലെ. കരിയിലെ കാറ്റ് പോലെ മമ്മൂക്ക മകളെ മമ്മൂക്ക വന്ന് അംബാസഡർ കാറിൽ ഇറങ്ങുന്നു. എല്ലാവരും മമ്മൂക്കയെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പുള്ളി സ്റ്റേജിലിരിക്കുകയാണ്. അപ്പൊ ഞാനൊക്കെ ഈ അടുത്ത് കാണുമ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് മമ്മൂക്ക ഇങ്ങനെ ഇരിക്കുന്നു, മമ്മൂക്ക ആരും കണ്ടു കഴിഞ്ഞ് മമ്മൂക്ക അപ്സെറ്റ് ആവുന്നു, ഡിസ്റ്റർബ്ഡ് ആയി വേർക്കാൻ തുടങ്ങുന്നു. മമ്മൂക്ക ഇങ്ങനെ ഇരിക്കുന്നു, വേഗം പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുക്കുന്നു, സ്റ്റേജിൽ നിന്ന് വലിക്കുക. അപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പൊ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. കൺസീവ് ചെയ്താലും അത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, 30 വർഷം കൊണ്ട് വന്നൊരു മാറ്റമാണ് ഈ പറയുന്നത്. പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടുള്ള സംഭവം എനിക്ക് ആ സിനിമയും അതേപോലെ തന്നെ ഈ പറയുന്ന പാഥേയം എന്ന് പറയുന്ന പടവും എനിക്ക് തമ്മിൽ ആ സിനിമ കവിത ഭയങ്കര സിമിലാരിറ്റി തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മകൻ എന്ന് പറയുന്ന വളരെ ഡിസ്റ്റർബ്ഡ് അത്രയും ഡിസ്റ്റർബ്ഡ് ആവണമെങ്കിൽ അതിനകത്ത് ഒന്നുകിൽ അയാൾക്ക് അയാളുടെ നഷ്ടപ്പെട്ട ഒരു മകനെ ഓർമ്മ വന്നിട്ടുണ്ടാവണം. അത് ആ മകന്റെ ഒരു തിരോധാനമോ അല്ലെങ്കിൽ അപ്രത്യക്ഷമായതോ ഒക്കെ അത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരുന്നിരിക്കാം. കാരണം അല്ലെങ്കിൽ അത്രയും ക്രൗഡിനിടയിൽ ഒരാൾ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആവില്ല. ചിലപ്പോ ഒരു സിനിമയുടെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ അല്ലെങ്കിൽ ഇയാള് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ്, അതിലൊരു ക്യാരക്ടർ ആയിരിക്കും. ഇതിനെ പറ്റി വർക്ക് ചെയ്ത് ഇയാള് പോലും അറിയാതെ ചില സിറ്റുവേഷൻസിൽ ഈ പെർട്ടിക്കുലർ ക്യാരക്ടറിന് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ടായിരിക്കാം. ഇവഞ്ച്വലി അയാൾ റിയലൈസ് ചെയ്യുകയാണ് അതൊരു ഒരു സിഗ്നലാണ്. ലൈക്ക് ഇയാള് ചെയ്യുന്നത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്നത് കറക്റ്റ് ആണ് എന്നുള്ളതിന് വരുന്ന ഒരു സിഗ്നൽ ആയിട്ട് ഈ കാണല് മാറുന്നുണ്ട്. ഈ കിഡ് എന്ന് പറയുന്നത് ഒരു പക്ഷേ സിനിമ പാരഡൈസിൽ വലിയ ടോട്ടോനെ പോലെ ഇരിക്കുമായിരിക്കും. ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കണ്ണും ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ലുക്കിലുള്ള ഒരു കുട്ടി ആയിരിക്കണമെന്നില്ല. നമ്മൾ ഈ ഉത്തരത്തിലെ കൊച്ചിനെ കാണുന്ന പോലെ നമുക്ക് വളരെ പരിചിതമായ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഉള്ള ഒരു കുട്ടി ആവണമെന്നില്ല. ഇയാളൊരു ക്യൂരിയസ്നെസ് ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കുട്ടി എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വന്ന കുട്ടി എന്ന് പറഞ്ഞാൽ കഫർനാമിലെ കുട്ടിയാണ്. ഓക്കെ. അതിനപ്പുറം എനിക്ക് ടൊട്ടോനെ കണ്ടാലും ചിലപ്പോ ഇത്രയും കിട്ടണമെന്നില്ല. കിട്ടും. നമ്മളിപ്പോ എപ്പോഴും എന്ത് കാര്യം കാണുമ്പോഴും വാട്ട് ഇഫ് നമ്മളെപ്പോഴും ചിന്തിക്കല്ലോ, ഇത് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ രീതിയിൽ. അതിലെനിക്ക് തോന്നിയ ഒരു ക്യൂരിയസ് സാധനമായിരുന്നു, വാട്ട് ഇഫ് വിജയ് സൂപ്പറും പൗർണമിയും വാസ് മെയ്ഡ് ആസ് എ ഡാർക്ക് ഫിലിം. ഡാർക്ക് ഫിലിം ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ അങ്ങനെ ഒരു സിനിമയുടെ പേരിടാൻ ഞാനുള്ള റീസൺ വെച്ചാൽ വിജയ് സൂപ്പർ പൗർണമിയും ഈ സൂപ്പർ കൊണ്ട് വെച്ചിരിക്കുന്ന നടുക്ക. മനസ്സിലായോ? രണ്ടുപേരുടെ പേര് നടുക്കാണ്. പറഞ്ഞു പറയുമ്പോ വിജയ് സൂപ്പർ പേരിൽ മാത്രമേ അയാൾ സൂപ്പർ ഉള്ളൂ. അയാൾ മനസ്സിലായോ? കുട്ടിക്കാലത്ത് തന്നെ ഡിപ്രഷനും പിന്നെ ഇൻസെക്യൂരിറ്റി ഒക്കെ ഉള്ള ആളാണ്. കണ്ണാടിയിൽ നോക്കി ഐ എം സൂപ്പർ എന്ന് പറയാൻ ഡോക്ടർ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ലൈഫ് നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ഇപ്പോഴത്തെ ദിവസം ഡാർക്ക് ആവാം, എത്രത്തോളം വേണമെങ്കിലും. ഡ്രഗ് അഡിക്ഷൻ ആവാം, വീട്ടുകാരുടെ മോശമായിട്ട് പെരുമാറുന്നതാവാം, എന്തും ആവാം, എന്ത് സാധനം ആവാം. സാധ്യതകൾ നമുക്ക് ഇവരെ പോലെ ഒന്നിക്കാതിരിക്കാം. മറ്റേ ചിലപ്പോ ഒറ്റ ഇൻസിഡന്റിൽ സ്പ്ലിറ്റ് ആയി പോകും. ഓസ്റ്റിൻ ചെയ്ത കഥാപാത്രം കുറച്ചും കൂടെ ഇന്നാവാം. ആയിഷുവിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ കഥാപാത്രം നൈറ്റ് ക്രൗളർ എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുപോയി ഇയാളെ. എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ ട്രൈ ചെയ്തു. രാത്രി വണ്ടി ട്രക്കൊക്കെ ആയിട്ട് ഇറങ്ങി. സീരിയൽ കില്ലർ വരെ. വേറെ സംഭവിക്കട്ടെ, വാട്ട് ഇഫ് ആസ് ഇഫ് ആക്ടഡ് ഇൻ തലവൻ ബട്ട് ഡയറക്റ്റഡ് ബൈ സമ്മൺ എൽസ്. ജിസ് അല്ല എന്ന് ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ. ശരിക്കും തലവൻ എന്നുള്ള സിനിമയുടെ ടൈറ്റില് നമുക്ക് കിട്ടി, അതായത് ടൈറ്റിൽ ഇടാൻ ഒത്തിരി സമയം എടുത്തു. ടൈറ്റിൽ എടുത്ത് കഴിഞ്ഞിട്ട് തലവൻ എന്നുള്ള ടൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേര് ഇതുവരെ ഒരു സിനിമയ്ക്ക് വന്നിട്ടില്ലെന്നുള്ളത്. ഒരു ഐ വി ശശി സാർ പടത്തിന്റെ പേരാണ് തലവൻ എന്നൊക്കെ ഇടാൻ പറ്റിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു ശശിയേട്ടനൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ട് പറയണ്ട, ഞാൻ മറ്റേ പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് രൂക്ഷഭാവം മീറ്റർ കൂടിയാണ്. ശരിക്കും ഈ വാട്ട് ഇഫ് സൺഡേ ഹോളിഡേ
വാസ് മെയ്ഡ് വിത്തൗട്ട് കോമഡി. സൺഡേ ട്രാജഡി ട്രാജഡി ട്രാജഡി. അയ്യോ അത് കോമഡി ഇല്ല അത് ചില സീക്വൻസസും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ചിരി കിട്ടും എന്ന് നമുക്കറിയാം. പക്ഷെ അതൊരു ഹിസ്റ്ററിയുടെ ഭാഗമായി മാറും എന്ന് പറയുന്ന പീസാണ് അത്. എവിടെ ദൂരെ ട്രോൾ ഒരു ദിവസം തന്നെ നമ്മൾ കാണുന്നുണ്ട്. പല പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് താഴെ സിദ്ദീഖയുടെ അത് മീമില് ഫോട്ടോ മാത്രം വെച്ചാൽ മതി, എഴുതുപോലും വേണ്ട. സിദ്ദീഖ് നമ്മുടെ ഇവിടുത്തെ ഒരു സംവിധായകൻ അദ്ദേഹം തമിഴിൽ പോയിട്ട് പടം ചെയ്യാണ്. തമിഴിൽ പടം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തമിഴ് പടത്തിന്റെ ഷൂട്ടിംഗ് കാണുന്നുണ്ട്. അപ്പൊ എന്നെ അവിടെ നിന്ന് ഒരു ദിവസം വിളിച്ചു, ചെന്നൈയിൽ നിന്ന് വിളിച്ചിട്ട്, എടാ ഞാനിവിടെ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണോ തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കൊള്ളാം, നിന്റെ സിനിമയിലെ ഒരു സീൻ എനിക്ക് തരാമോ ഈ തമിഴ് പടത്തിൽ ഉപയോഗിക്കാനായിട്ട്? ഞാൻ ചോദിച്ചേ അതെന്ത് കോമഡി, അത് ഏത് സീനാണ്? സൺഡേ ഹോളിഡേ അല്ലേ? ഏത് സീനാണ്? ധർമ്മജൻ ഒരു ഡയറക്ടറുടെ വീട്ടിൽ പോകില്ലേ, ലേഡി ഡയറക്ടർ, പിന്നെയും ട്രെൻഡിങ്. ആ സീൻ തരാമോ? അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തരില്ല തരില്ല, അത് മാത്രം തരില്ല. അത് ഈ ഇടയ്ക്ക് റെഡിറ്റിൽ ഭയങ്കര വൈറലായിരുന്നു. വേറെ എന്തോ കോണ്ടെക്സ്റ്റില് ഈ സീൻ വെച്ചിട്ട് ഒരെണ്ണം കൂടെ ചോദിക്കാനുള്ളത്, വാട്ട് ഇഫ് ബൈസിക്കിൾ തീവ്സ് വാസ് മെയ്ഡ് ടുഡേ? ഞാൻ ശരിക്കും ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്. ഈ സമയത്ത് ഇറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു. ഒരു പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ സിനിമയൊന്നും ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റു സിനിമകളുടെ പ്രശ്നം കാരണമൊക്കെ വേണ്ട രീതിയിൽ ഒരു സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടാതെ പോയൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് OTT ഇല്ല. ഇപ്പൊ നമ്മൾ തപ്പിയാൽ പോലും അത് കിട്ടാനില്ല. എനിക്കൊന്ന് യൂട്യൂബിലെല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ഒരുപക്ഷെ അത്തരത്തിൽ എല്ലാ നടന്മാരും തള്ളിക്കളഞ്ഞ ഒരു സ്ക്രിപ്റ്റ് ആസിഫ് ഏറ്റെടുക്കുന്നു. മനസ്സിലായോ? അതൊരു ലോങ് ജേണി. അപ്പൊ അത് ചെയ്ത് ഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് ആസിഫിൽ ഒരുപക്ഷെ എന്നോട് തോന്നിയിട്ടുള്ള ട്രസ്റ്റ്. തിരിച്ച് എന്റെ ട്രസ്റ്റോ, എന്റെ ട്രസ്റ്റ് ആസിഫ് അതുവരേക്കും അത്രയും വലിയൊരു ക്യാരക്ടർ വെച്ചാൽ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യല്ലേ പടം, കൂടെ ആരുമില്ലല്ലോ. ഈ പറഞ്ഞ ഇത്രയും ട്വിസ്റ്റും ടേൺസും ഇടിയും ഫൈറ്റും എല്ലാം ഉണ്ട്, വെടിവെപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഒറ്റയ്ക്ക് ആ പ്രായത്തിലുള്ള ആസിഫ് 13 വർഷം മുമ്പാണ് അല്ലേ? അപ്പൊ ആസിഫ് ഷോൾഡർ ചെയ്യണം. അപ്പൊ എനിക്ക് ആസ് എൻ ആക്ടർ അങ്ങോട്ട് തോന്നുന്ന ഒരു ഇത്. പിന്നെ ഈ പറയുന്ന സിദ്ദിഖ്, ലളിത ചേച്ചി, ഇവരുടെ അങ്ങനത്തെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ വർക്ക് ചെയ്യാനും. നമ്മൾ പറയുമ്പോൾ അതും കൂടെ പറയണം, എന്റെ ആ സിനിമയുടെ ക്യാമറാമാനാണ് ഈ സിനിമ ചെയ്യുന്നത്. 13 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഒന്നിക്കുന്നത്. 13 വർഷത്തിന് ശേഷമാണ് ചെയ്യുന്നത്. അതിനുശേഷം അവൻ UK പഠിക്കാൻ വേണ്ടി പോയി, കുറെ ഹിന്ദി സിനിമകൾ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോ ഇതിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരികയാണ്. ഈ ഒരു കാര്യം ചോദിക്കാം, നമ്മളെപ്പോൾ സംസാരിക്കുമ്പോഴാണല്ലോ നമ്മൾ പല ഇന്റർവ്യൂ അല്ലാണ്ട് സംസാരിക്കുമ്പോഴും സിനിമകളായിട്ട് കുറെ സംസാരിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ക്യൂരിയോസിറ്റി ചോദിക്കുന്നതാണ്, ഈ ഒരുപാട് സിനിമകൾ നമ്മളുടെ ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് മുതൽ ചെറിഷ് ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു പടം റീമേക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ ഒരു പക്ഷേ ആസിക്ക് ഒരു പക്ഷേ റീമേക്ക് ചെയ്ത് കാണണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ക്യാരക്ടറായിട്ട് എനാക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കാം. ജിസേഡിന് മേക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള അങ്ങനത്തെ ഒരു റീമേക്ക് പോസിബിലിറ്റി ആലോചിച്ചിട്ടുള്ള ഏതെങ്കിലും പടം ഉണ്ടോ ചെയ്ത് കണ്ടാൽ കൊള്ളാം എന്ന്? എനിക്ക് ചെയ്യണം എന്നുള്ളതല്ല, ആരെങ്കിലും ചെയ്തെങ്കിൽ കുറെ കൂടെ റീച്ച് അതാത് ഭാഷകളിൽ കിട്ടുമല്ലോ എന്ന്. അത് ദ ബക്കറ്റ് ലിസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഇത് ഇപ്പൊ ഇവിടെ ഒന്ന് ആലോചിക്കുമ്പോൾ അറിയാം, അത് രണ്ടും അത് ക്യാരക്ടേഴ്സ് രണ്ടും ചെയ്യാൻ പറ്റിയ ആക്ടേഴ്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. മമ്മൂക്ക, ലാൽ സാർ, ഇപ്പൊ മലയാള സിനിമയുടെ കാര്യം പറഞ്ഞാൽ. പക്ഷെ എന്താ പറയാ, പക്ഷെ ഞാൻ പറഞ്ഞത് റീമേക്ക് ചെയ്യണമെന്നില്ല. അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞ റീച്ച് ആലോചിച്ചിട്ടാട്ടോ, പ്രാദേശികമായിട്ടും കൂടെ അത് അതുപോലെ തന്നെ അതിന്റെ ആ കോർ എലമെന്റ് കളയാതെ ചെയ്യാൻ വേണം. കൊമേഴ്ഷ്യലി ചെയ്യാൻ ശ്രമിക്കാതെ, അല്ലാതെ തന്നെ ആ എല്ലാം നിർത്തിക്കൊണ്ട് അത്. അന്ന് ബക്കറ്റ് ലിസ്റ്റ് സംസാരിച്ചപ്പോ എനിക്ക് നമ്മൾ പറഞ്ഞിരുന്നു, അന്ന് എനിക്ക് ഭയങ്കര കണക്ട് ആയിരുന്നത് ഭരത് ഗോപി ചേട്ടനും നെടുമുടി വേണു ചേട്ടനും. ഇവരായിരുന്നെങ്കിൽ ഈ ഹോട്ട് എയർ ബലൂണും പിരമിഡിന്റെ മുകളിലും ഇവരുടെ ഒരു ജേണി ഉണ്ടല്ലോ. ഇപ്പൊ ആലോചിക്കുമ്പോഴേ നമുക്ക് കാസ്റ്റിംഗ് വെരി ഇമ്പോർട്ടന്റ്. എനിക്ക് അങ്ങനെ ധൈര്യമില്ല ചെയ്ത് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതോ? കുഴപ്പമില്ല, അത് റിയൽ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ചിലതിലൊന്നും തൊടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്ലാസിക്സിൽ തൊടരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അതിപ്പോ നമ്മള് ഇവിടേക്ക് റീമേക്ക് ചെയ്യുന്ന സിനിമകളിൽ പോലും ഒരു സിനിമ ക്ലാസിക് ആണെങ്കിൽ അതിന് തൊടാതിരിക്കുക എന്നുള്ളതാണ്. പല സിനിമകളോടും സീക്വൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഒക്കെ എനിക്ക്
കുറച്ച് എതിരഭിപ്രായം ഉണ്ടായിരുന്നു പിന്നെ കാണുന്ന സമയത്തും അതില് അതങ്ങനെ അല്ല അത് എനിക്കൊന്ന് ഒരു സമയത്ത് ഈ രണ്ടാം ഭാഗം മൂന്നാം ഭാഗം തന്നെ ഒരു സ്കാമായി മാറിയിരുന്നല്ലോ. ലൈക്ക് അത് ചെയ്തു പോകുന്നു ബിസിനസ് സാധ്യതകൾ മാത്രം നോക്കിയിട്ട്. ഇപ്പൊ നമ്മള് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇനി ഒരു സിനിമ ചെയ്യാൻ ടെൻഷനോട് കൂടി ആലോചിക്കുന്നത് തലവൻ തലവൻ two. സീക്വൽ ആയിരിക്കും. കാര്യം ഓൾറെഡി തലവൻ വരുന്ന സമയത്ത് അത് എന്താണെന്ന് അറിയില്ല. പക്ഷെ അത്രയും ഹിറ്റായ ഒരു തലവൻ സിനിമ കംപ്ലീറ്റ് സർപ്രൈസ് ആണ്. എന്ത് സംഭവിച്ചാലും എല്ലാം ഫ്രഷ് ആയി നമ്മൾ ആദ്യം കാണുന്നുണ്ട്. അപ്പൊ അതിനൊരു സീക്വൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊന്നും എനിക്ക് അറിയില്ല. ഇപ്പൊ സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട്. ആ മാജിക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല. തലവൻ ചെയ്യണമെന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്ന് ഐ മീൻ സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു മുഖം ആലോചിച്ചിട്ടാണ്. ദിലീഷ് പോതൻ. ദിലീഷ് എന്നോട് എപ്പോഴും പറയും, അളിയ ഞാൻ ചെയ്ത സിനിമ സെക്കൻഡ് പാർട്ട് എപ്പോഴാണ് ഇന്നേ വരെ ആരും ചോദിച്ചിട്ടില്ല. ഞാൻ എവിടെ പോലും ആൾക്കാർ ചോദിക്കുന്നത് എടാ ഈ തലവന്റെ സെക്കൻഡ് പാർട്ട് ക്യാരക്ടർ അങ്ങനെ മരിച്ചെന്ന് അറിയുള്ളൂ. എനിക്ക് ഒരു ആഗ്രഹമുണ്ട് മരണം അറിയാൻ. ഈ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ വർഷം കഴിയുന്തോറും ഈ ഫിസിക്കലി ഉള്ള മാറ്റങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ മനുഷ്യർക്ക്. പ്രായം ഇതെല്ലാം ഭാഗമാണ് ജീവിതത്തിന്റെ. മെച്ചുവേർഡ് ആവുന്ന ആസിഫ് ചിസ്റ്റോയ് ഈ പ്രായത്തെ കാണുന്നത് ഏത് ആംഗിളിലാണ്, എങ്ങനെയാണ്? അതൊരു വലിയ ടഫ് ക്വസ്റ്റ്യൻ ആണ് റാൽഫ്. പ്രത്യേകിച്ച് നമ്മള് ചില ക്യാരക്ടേഴ്സ് സാക്രിഫൈസ് ചെയ്യാൻ വരുമ്പോഴാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യാനിരുന്നതാണ്. പക്ഷെ ആ ക്യാരക്ടർ ചെയ്യാൻ എന്നെക്കാളും ആപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്തു ഞാൻ അത് വേണ്ട എന്ന് വെച്ചു. അത് ശരിക്കും ഇതുവരെയുള്ള ലൈഫിൽ ഞാൻ അങ്ങനെ, അതായത് എന്തിനും ചാടി ഇറങ്ങാം എന്ന് പറയുന്ന ഒരാളാണ്. അത് ചിലപ്പോ എനിക്ക് ഈ ജീവിതത്തിൽ വന്നൊരു മെച്ചൂരിറ്റിയുടെ അല്ലെങ്കിൽ ചിന്തയിൽ വന്നൊരു ക്ലാരിറ്റി ഒക്കെ ആയിരിക്കാം. പക്ഷെ ഈ കുറച്ച് ഏജ് ആയി, ഇപ്പൊ ഇത്ര ആയത് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ഞാൻ വിട്ടിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. എനിക്ക് തോന്നി ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ യുവാക്കളെ കുറച്ചും കൂടെ ഗൗരവമായിട്ട് എടുക്കണം എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഈ ജെൻസി എന്ന് പറയുന്നത് അവരെ കുറച്ചും കൂടെ ഗൗരവമായിട്ട് കാണണം, അവരെ വാച്ച് ചെയ്യണം, അവരുടെ ടേസ്റ്റുകൾ പഠിക്കണം. എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും പല സംവിധായകർക്കും പണ്ട് നമ്മൾ ലെജൻസ് എന്ന് പറഞ്ഞിരുന്ന അവർക്കെല്ലാം പറ്റിപ്പോയത് ഒരു സമയത്ത് അവരോടൊപ്പം വളർന്നിട്ട് ഈ പുതിയ തലമുറയെ മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവര് പഴയ ഒരാളായി നിന്നുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്ത വർക്കൗട്ട് ആവില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ ആവണം, അവരുടെ ഇടയിൽ നിൽക്കണം. എക്സാക്ട്ലി അതാണ് ടേം. അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ അതല്ല, അങ്ങനെ ആവരുത്. നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും ഓണം ഭയങ്കര കളറാവട്ടെ. പറഞ്ഞ പോലെ കോട്ടയം ബെൽറ്റിന്റെ ലൊക്കേഷനിലെ ഓണവും ഗംഭീരാവട്ടെ. എന്റെ ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ഞാൻ കുറെ നാളായിട്ട് ഷൂട്ടിന് ഒന്നും പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നില്ല, ഷൂട്ടും ഒക്കെ ആയിരുന്നതുകൊണ്ട്. പക്ഷെ ഈ ഓണത്തിന് അത് വീണ്ടും തുടങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ക്യൂ സ്റ്റുഡിയോയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ ഓണേർഡ് ആണ്. ഓണയർ എന്ന് പറയരുത്, എപ്പോഴാ ഏറി പോണെന്ന് ആർക്കും അറിയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴാ എയറിലാണോന്ന് അറിയുള്ളൂ. അപ്പൊ എന്തായാലും കോട്ടയം ബെൽറ്റ് വലിയ വിജയമാവട്ടെ, ടിക്കറ്റൊക്കെ വലിയ വിജയമാവട്ടെ. ഈ പറഞ്ഞ നിങ്ങളുടെ ഈ കോംബോ ഇതിന്റെ ഈ 13th ഇയറിൽ നിന്നും ഇനി ഒരുപാട് ദൂരം ഇതേപോലെ തന്നെ പോട്ടെ. അടിപൊളിയായിരിക്കട്ടെ. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം.